ഹലോ, ഞാൻ റിനി ജോർജ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉന്മാദ വിഷാദ രോഗം എന്ന് പറയുന്ന കേൾക്കുമ്പോഴേ രണ്ട് തരം രോഗം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവും: ഉന്മാദവും വിഷാദവും. ഇതൊരിക്കലും കൗൺസിലിങ്ങിലൂടെയോ തെറാപ്പിയിലൂടെയോ മാറുന്ന ഒരു കാര്യമല്ല. ഇതിന് സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തന്നെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ബൈപോളർ ഡിസോർഡർ ഉള്ളവരായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിദഗ്ധരുടെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശമാക്കുന്നത്. ബൈപോളർ ഡിസോർഡർ ഉള്ള പലരും നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കിടപ്പുണ്ട്. പലപ്പോഴും ആ രോഗം എന്താണെന്ന് അറിയാത്ത പോലും അവരുടെ തലച്ചോറിന് അമിതമായിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ ഭേദമാക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയും ഈ ലക്ഷണങ്ങൾ ഒക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്തുള്ളവർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഉന്മാദത്തിൻ്റെ ലക്ഷണമാണ് ഈ ബൈപോളർ ഡിസോർഡറിൽ വരുന്ന ഉന്മാദത്തിന്. നമ്മൾ മാനിയ എന്ന് പറയുമ്പോഴേ എല്ലാവരും വിചാരിക്കുന്നത് അക്രമവാസനയാണ്. ഇല്ല, അമിതമായ ദേഷ്യം, അമിതമായ സന്തോഷം, അമിതമായിട്ട് ചിലവഴിക്കുക, അമിതമായി എല്ലാ കാര്യങ്ങളും അമിതമായ ഭക്തി, ദേഷ്യം വരുമ്പോഴത്തേക്കും ഭയങ്കരമായ ദേഷ്യം വരിക, സന്തോഷം വരുമ്പോൾ ഭയങ്കരമായ സന്തോഷം, ചിലവഴിക്കുന്നതാണെങ്കിൽ ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതി. ഇതെല്ലാം അമിതമായ ഭക്തി എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ പോവുകയും ക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും പോയാലും ഇഷ്ടംപോലെ കാശ് അതിനുവേണ്ടി ചിലവഴിക്കുക, എല്ലാ ദിവസവും ദേവാലയത്തിലെ സന്ദർശനം നടത്തുക, ദേവാലയത്തിലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം അമിതമായ ഭക്തിയിലും പെടുന്നതാണ്. ഇതെല്ലാം നമ്മൾ വളരെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാനിയയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. മാനിയയും ഡിപ്രഷനും, അതായത് ഉന്മാദവും വിഷാദവും കൂടെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു രോഗത്തിലേക്ക് വരുന്നത്. സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വിഷാദമായി, ഉന്മാദം കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ വിഷാദമായിരിക്കും. പിന്നെയും നമ്മൾ ശരിക്കും വിഷാദം അങ്ങ് പൊക്കഴിയും, സാധാരണ ജീവിതത്തിലേക്ക് ആവുമെന്ന് ഒരിക്കലും ഇല്ല. ഉന്മാദത്തിലേക്ക് പിന്നെയും വരും. പലപ്പോഴും ഉന്മാദാവസ്ഥയിൽ ഇവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കും. ഈ ഉറക്കമില്ലായ്മ കാരണം അവർ വീട്ടിലെ ജോലിയെല്ലാം രാവിലെ 4 മണിക്കും 3 മണിക്കൊക്കെ എണീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, വളരെ നല്ലൊരു കാര്യമാണല്ലോ, അത്രയും നേരത്തെ ചെയ്യുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇത് അവർക്ക് ഉറക്കമില്ലായ്മയും ശരീരത്തിലെ എനർജി കൂടുതലും വരുന്നൊരു സമയമാണ്. ആ ടൈമിനാണ് അതൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഉയർന്ന ആൾക്കാരുമായിട്ട് സമ്പർക്കം ചെലുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധമായ പരിചയവും കാണില്ല, എന്നാൽ അവരുമായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക, അവരുമായിട്ട് ഒരുപാട് സമ്പർക്കം ഉണ്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുക, ലക്ഷങ്ങളും കോടികളും മേടിച്ച് ചിലവഴിക്കുക എന്ന് പറയുന്ന ഡ്രസ്സിനും അവരുടെ കൂടെ നടക്കുന്നവരുടെ ആഡംബര വസ്തുക്കൾക്കും വേണ്ടിയിട്ട് എന്ത് കാശ് ചിലവാക്കാനും ഇവർക്ക് മടി കാണത്തില്ല. അപ്പോൾ ഇതെല്ലാം ഈ ബൈപോളർ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഈ ലക്ഷങ്ങളും കോടികളൊക്കെ കടം മേടിച്ചിട്ട് എപ്പോഴാണ് അടയ്ക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമായിട്ട് പറയും, ഇതൊക്കെ ഞാൻ അങ്ങ് ചെയ്തോളാം, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ വളരെ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു എനർജി ഉണ്ട്, എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭാഷണം. കാരണം വീട്ടുകാരും വിചാരിക്കും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന്. അപ്പോൾ പലപ്പോഴും കടക്കണിയിൽ പോയി വീഴുക. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ അധികം ബന്ധമില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരുപാട് ബന്ധമുള്ളതുപോലെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി അവരുടെയൊക്കെ ജീവിതത്തിൽ കയറി ഇടപെടുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയൊക്കെ നോക്കുക. അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവരുടെ കാര്യങ്ങളെ അഭിപ്രായം പറയുമ്പോൾ അവരത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അമിതമായ ദേഷ്യം വരിക, അവരുമായിട്ട് കലഹിക്കുക, അവരെ പറ്റിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുത്തുക. ഇതെല്ലാം ഈ മാനിയയിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇത് കാണിച്ച് ഈ മാനിയ ഒരു സീരീസായിട്ട് തുടർന്ന് അടുത്ത സീരീസ് വരുന്നത് ഡിപ്രഷനാണ്. ഈ ഡിപ്രഷനിലേക്ക് വരുമ്പോൾ ഇവർ പലപ്പോഴും എന്ത് ചെയ്യുക, കിടന്ന് ഉറങ്ങുക, ഫുൾ ടൈം ചുമ്മാ കിടക്കുക, ഉറങ്ങുന്നില്ല. ഉറക്കമില്ലായ്മയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ ഉറക്കം ചുമ്മാ കിടക്കുക, ക്ഷീണമാണെന്ന് പറഞ്ഞാൽ അപ്പോഴേ കട്ടിലിൽ ചുമ്മാ കിടക്കുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യം കാണിക്കുന്ന ഡിപ്രഷന്. പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ കരച്ചിലല്ല, അലമുറയിട്ട് കരയുന്ന പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് കാണാം. ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, പിന്നെ ഈ ആഹാരം ചിലപ്പം കൂടുതൽ കഴിക്കും, ചിലപ്പം കുറവ് കഴിക്കും,
എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലേക്ക് കിടന്ന് കുളിക്കാൻ വിസമ്മതം കാണിക്കുക, പിന്നെ പ്രാർത്ഥന പഠിക്കത്തില്ല, ഒരു ഭക്തിയുടെ ഒരു കാര്യങ്ങളിലില്ല, ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, ഒരു എൻ്റെ ജീവിതം വെറുതെയാണെന്നുള്ള ഒരു പറച്ചിലെപ്പോഴും ഉണ്ടാവുക, ഞാൻ വെറുതെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരിക, സൂയിസൈഡ് ടെൻഡൻസികൾ എപ്പോഴും സൂയിസൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പേടിപ്പിക്കാനുള്ള രീതിയിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഓരോന്ന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുക. ഇതെല്ലാം ബൈപ്പോളാർ ഡിസോർഡർ ഡിപ്രഷനിലും വരുന്നൊരു കാര്യമാണ്. അപ്പം 2 തരം അസുഖങ്ങൾ ഒന്നിച്ച് കയറി വരുന്നത് കാരണം തന്നെ ഇത് ചികിത്സിക്കുക എന്ന് പറയുന്നത് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്രഷനാണ്, ഈ ഡിപ്രഷൻ്റെ സമയത്ത് കൊണ്ടുപോയിട്ട് ഡിപ്രഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ്റെ മരുന്നേ കൊടുക്കത്തുള്ളൂ. പക്ഷെ നേരത്തെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് മനസ്സിലാവൂ ബൈപ്പോളാർ ഡിസോർഡർ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായിരുന്നു ആ രോഗി കാണിച്ചിരുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സ നടക്കുന്നത് കാരണം തന്നെ ഈ ബൈപ്പോളാർ ഡിസോർഡർ സാധാരണ ഗതിയിലേക്ക് വരാൻ കഴിയും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെയും പ്രത്യക്ഷപ്പെടും. ഇതിങ്ങനെ സീരിയസ് ആയിട്ട് തുടരുമ്പോൾ ഉള്ള തലച്ചോറിന് സാരമായ തകരാറുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ബൈപ്പോളാർ ഡിസോർഡർ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയപ്പെടുന്നവർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിദഗ്ധരുടെ സഹായം തേടി അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. മാനസികാരോഗ്യമാണ് പ്രധാനം. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. നന്ദി.